കമ്മിറ്റി ആയാലും കമ്മീഷനായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിടാനും FIR ഇട്ട് അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനും ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താൽപ്പര്യ ഹർജി വരികയും ചെയ്തിരുന്നു. ഈ രണ്ട് ഹർജികളും പരിഗണിച്ചുകൊണ്ടാണ് ഒരു വനിതാ ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് സുധയും അടങ്ങിയ ബെഞ്ച് ഈ കേസ് കേട്ടത്. നിർണായകമായ ഹൈക്കോടതി ബെഞ്ചിൻ്റെ വിധി വരുമ്പോൾ രാജ്യത്ത് ആദ്യമായി സിനിമാ രംഗത്തെ സ്ത്രീപീഡനത്തിനെതിരെ കമ്മിറ്റി നിയോഗിച്ച സർക്കാരിൻ്റെ മഹത്വത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുകയായിരുന്നു. ഒരേ സമയമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതുപോലെ ഹൈക്കോടതിയുടെ നിർണായകമായ വിധിയും പുറത്തു വന്നത്. 4 കൊല്ലം മുമ്പ് സമർപ്പിക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, DGP ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന വിമർശനമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമ വിചാരണ പാടില്ല, മാധ്യമങ്ങളെ വിലക്കണം എന്ന സർക്കാരിൻ്റെ ആവശ്യവും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. വസ്തുനിഷ്ഠമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, എന്നാൽ രഹസ്യ സ്വഭാവമുള്ള മൊഴികളും മറ്റും അന്വേഷണ സംഘം സൂക്ഷിക്കണം. SIT ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് നേരിട്ട് ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് ഹൈക്കോടതി പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്ത് പീഡിപ്പിക്കപ്പെട്ട അനവധി സ്ത്രീകൾ നൽകിയ മൊഴികളും അവരെ പീഡിപ്പിച്ച വേട്ടക്കാരെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ട്. ഇതെല്ലാം മട്ടത്ത് വെച്ച് ഇരുന്ന ഒരു സർക്കാർ, അന്നത്തെ മുഖ്യമന്ത്രി, വീണ്ടും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലൻ, ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ, ഇവരെല്ലാം ഉത്തരം പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയണം, ഉളുപ്പുണ്ടെങ്കിൽ ഈ സർക്കാർ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഇനി പറയരുത്. തങ്ങൾ ഇരകളോടൊപ്പമാണ്, തങ്ങൾ വേട്ടക്കാരോടൊപ്പമല്ല എന്ന് രാഖി രാമാനം ഉദ്ഘോഷിക്കുന്ന ഈ സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് അതീവ ഗുരുതരമായ പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ള പരാതികൾ ഉൾപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന ഹേമയുടെ നേതൃത്വത്തിൽ നടന്ന നടി ശാരദയും ജില്ലാ കളക്ടറായിരുന്ന വത്സലകുമാരിയും അടങ്ങിയ 3 അംഗ സംഘം കണ്ടെത്തിയ വസ്തുതകൾ മറച്ചുവെച്ച ഈ സർക്കാർ ഉളുപ്പിൻ്റെ ലെവലേശമെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ സർക്കാർ തുടരുന്നതിൽ പോലും അർത്ഥമില്ല. കാരണം കേരളത്തിലെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷ, പെൺകുട്ടികളുടെയും അമ്മമാരുടെയും സുരക്ഷ, അത് മുൻനിർത്തിക്കൊണ്ട് പ്രകടനപത്രികയിലടക്കം സ്ത്രീകൾക്ക് സുരക്ഷ നൽകും എന്ന് വാഗ്ദാനം ചെയ്ത ഒരു സർക്കാർ ഒരു ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പീഡനങ്ങൾ പുറത്തു വന്നിട്ടും അതിൽ ഉന്നതരായ നമ്മുടെ സിനിമാ രംഗത്തെ സംവിധായകരും നടന്മാരും ഉണ്ടെന്ന വസ്തുതകൾ പുറത്തു വന്നിട്ടും അത് ചവിട്ടിത്താഴ്ച വെച്ചിട്ട് ഹൈക്കോടതി വേണ്ടി വന്നു അത് പുറത്തു കൊണ്ടുവരാൻ, വിവരാവകാശ കമ്മീഷൻ വേണ്ടി വന്നു അത് പുറത്തു കൊണ്ടുവരാൻ. മാധ്യമപ്രവർത്തകർ വിവരാവകാശ നിയമം അനുസരിച്ച് പരാതി നൽകിയപ്പോഴാണ് അത് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. അപ്പോഴും അതിലെ നിർണായകമായ പേജുകൾ മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ പേജുകൾ മാറ്റിവെച്ചതിന് പുറമേ മറ്റ് പ്രസക്തമായ പേജുകൾ ഇളക്കി മാറ്റി. അങ്ങനെയെല്ലാമാണ് അത് പുറത്തുവിട്ടത്. അതും ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ ഇതാ വീണ്ടും
ഈ കേസ് കേൾക്കാനായി ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു. പ്രത്യേക ബെഞ്ച് ഈ സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തിലേക്കും പക്ഷപാതിത്വത്തിലേക്കും വിരൽ ചൂണ്ടിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് SIT അന്വേഷിക്കാൻ പോകുന്നത്. ഇപ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് ഉൾപ്പെടെ, അതായത് പുരുഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട SIT ഇനി അപ്രസക്തമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളായ IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ SIT തന്നെ ഇവർക്ക് എന്താ പറയുക, ഉത്തരവ് ഇറക്കേണ്ടി വരും. അങ്ങനെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിമർശനത്തിന് വീണ്ടും പിണറായി സർക്കാർ ഇരയാകേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരായാലും രണ്ടാം പിണറായി സർക്കാരായാലും അവർ സ്ത്രീ പക്ഷത്തല്ല, സ്ത്രീകളോടൊപ്പമല്ല, ഇരകളോടൊപ്പമല്ല, അവർ വേട്ടക്കാരോടൊപ്പമാണ്. അത് വെളിപ്പെടുത്തുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർണായകമായ ഈ വിധി.